ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാം, അതുപോലെ നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. എണ്ണയിൽ പൊരിക്കാത്ത ഈ പലഹാരം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. 1/4 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. 1 ടീസ്പൂൺ പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ തക്കാളി പൊടി പോലെ അരിഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലായിട്ടുള്ള ഭാഗമെല്ലാം മാറ്റി അതിൻ്റെ കവറിങ് മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് വെജിറ്റബിൾസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ 2 ടീസ്പൂൺ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാബേജും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സാലഡിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മളിത് ഒത്തിരി വേവിക്കില്ല, ഒത്തിരി ഓവർ കുക്ക് ചെയ്യാതെയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി 2 മുട്ട ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് ഇതിലേക്ക് ചീവി ചേർക്കാം. മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പകരം പനീർ പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടേറ്റോ വേവിച്ച് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ആ 2 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിളും ഈ ഗ്രേറ്റ് ചെയ്ത മുട്ടയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. കൂടുതലോ കുറവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 2-3 മിൻറ്റ് ലീവ്സ് ചേർത്താലും വളരെ നല്ലതാണ് കേട്ടോ. മിൻറ്റ് ലീവ്സ് കയ്യിലുള്ളവർ 2-3 എണ്ണം പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 6-7 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ബ്രെഡ് എടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ ഓരോ പീസ് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തി കിട്ടണമെങ്കിൽ നല്ല ഫ്രഷ് ബ്രെഡ് ആയിരിക്കണം കേട്ടോ. പഴകിയ ബ്രെഡ് എടുത്താൽ നമ്മൾ ഇത് പരത്തുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, പൊട്ടിപ്പോകില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ആ ബ്രെഡ് ഒരെണ്ണം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ക്വയർ രൂപത്തിൽ നമുക്കിത് കിട്ടണം. അതനുസരിച്ച് നമുക്ക് ഈ അരിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ ആ അരിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഒത്തിരി വെച്ച് കൊടുക്കരുത്, കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി ബ്രെഡിൻ്റെ 4 അരികിലും മൈദ വെള്ളത്തിൽ കലക്കിയെടുത്ത ബാറ്റർ തേച്ച് കൊടുക്കാം.
നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. ബ്രെഡിൻ്റെ അരികിലും മൂലയിലും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇനി ഇത് മൂല തോറും ഒന്നിച്ചാക്കി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഇത് ഇരിക്കുന്നത്. നമ്മൾ സമോസയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. കവറിങ് ബ്രെഡാണെന്ന് മാത്രം. ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ബീഫ് കൊണ്ടുള്ള ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ ഫില്ലിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ അവസാനത്തെ ബ്രെഡാണ് ഞാനിപ്പോൾ അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എപ്പോഴും വളരെ കുറച്ച് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകും. ഇനി മൈദയുടെ ബാറ്റർ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. മൂലയിൽ നമ്മൾ ആദ്യമേ കുറച്ച് കൂടുതൽ പുരട്ടി കൊടുത്താൽ നല്ലതാണ്. മൂലയാണ് ആദ്യം വിട്ടു പോകുന്നത്. അപ്പോൾ മൂലയിൽ നമ്മൾ കുറച്ച് കൂടുതൽ ബാറ്റർ തേക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ കവറിങ് ഒക്കെ റെഡിയാക്കി എടുത്തത്. ബ്രെഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് പരത്തിയെടുക്കാൻ മാത്രം ചെയ്താൽ മതി. മാവൊന്നും കുഴച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതുപോലെ ഇതിനുള്ളിൽ സമോസയുടെ ഫില്ലിങ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ചായക്കൊപ്പം കഴിക്കാനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഹീറ്റിലോട്ട് മാറ്റണം. എല്ലാം വെച്ച് സൗകര്യത്തിന് വെച്ച് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത് അതനുസരിച്ച് വെക്കുക. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബ്രെഡ് ബട്ടറിൽ ചൂടായി വരുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് അല്പം ബട്ടർ ചേർക്കുന്നത്. ബട്ടർ അല്പമൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അധികം കഴിച്ചാൽ മാത്രമേ പ്രശ്നമാവുള്ളൂ. പാനിൽ വെറുതെ ബേക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഇത് എണ്ണയിൽ പൊരിക്കണമൊന്നും ഇല്ല. അതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയില്ല. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്. ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ബട്ടർ ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുത്തത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനും അതുപോലെ നോമ്പുതുറ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. രണ്ട് പുറവും പാകത്തിന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഈ സ്നാക്കെല്ലാം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആ സ്നാക്കെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ സ്നാക്ക് ചൂടായിരിക്കുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായി പോവും. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് അപ്പോൾ മാത്രം കഴിക്കാൻ പാകത്തിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്